കാട്ടിലെ വികൃതിക്കുരങ്ങൻ വിക്കു ദുഷ്ടനായ ചെമ്പൻ സിംഹത്തിന്റെ സഹായിയാണ്. മൃഗങ്ങൾ ഏവരും ബഹുമാനിക്കുന്ന നല്ലവനായ നേതാജി കരടി വിക്കുവിന്റെയും ചെമ്പന്റെയും ശത്രുവാണെന്നതിൽ അതിശയിക്കാനില്ലല്ലോ. കരടിയെ വീഴ്ത്താനുള്ള വിദ്യകൾ വിക്കു ചെമ്പന് മുൻപിൽ കലാപ്രകടനത്തിലൂടെ അവതരിപ്പിക്കുന്നത് നോക്കൂ. ആശാനോടൊരു കാര്യം പറയാൻ ആശിച്ചനവധി നാളുകളായി. ആശമവന്നു വരുത്തിയിടാൻ വശം നമ്മുടെ കാര്യമശേഷം. ആശാനോടൊരു കാര്യം പറയാൻ ആശിച്ചനവധി നാളുകളായി. ആശമവന്നു വരുത്തിയിടാൻ മോശം ആശാന്റെ കാര്യമശേഷം. കരടിയവൻ പറയും മൊഴി ആശാനോട്. കരടിയവൻ പറയും മൊഴി അടിയന് ചൊല്ലുവതിന്നു ഭയം കുറയുണ്ട്. ചൊല്ലുമെനിക്ക് ചെമ്പനും ആശാനെ കരടി, ആ കരടി പറയുന്നതാ. ചൊല്ലുമെനിക്ക് ചെമ്പനുമൊക്കെയും എല്ലാം അവന് മുരച്ചിടുന്നു. ചൊല്ലുമെനിക്ക് ചെമ്പനുമൊക്കെയും എല്ലാം അവന് മുരച്ചിടുന്നു. ഇക്കഥ പലരും കേൾക്കും മുമ്പേ വെക്കം ചെന്ന് പിടിച്ചു നമുക്കാർ. കരടി തടിയന് നമ്മുടെ വരുതിയിൽ അക്കണമതിന് ഗമിക്കണമാശാൻ. ഇക്കഥ പലരും കേൾക്കും മുമ്പേ വെക്കം ചെന്നു പിടിച്ചു നമുക്കാർ. കരടി തടിയന് നമ്മുടെ വരുതി അക്കണമതിനു ഗമിക്കണമാശാൻ. ഉള്ളതാണോടാ പുള്ള ഈ പറയുന്നത്? നല്ലൊരു വടി കൊണ്ടവനെ തല്ലി പല്ലുകൊളക്കയുതിർത്തിട്ടവനുടെ എല്ലുകൊളക്കയടിച്ചു നുറുക്കി. കൊല ചെയ്തവനുടെ ഉടലിൽ നല്ലൊരു വള്ളി വലിച്ചു മുറുക്കി. എല്ലാ മൃഗവും കാൺക തന്നെ കാനനമാകെ വലിക്കണമവനെ. തുളച്ചൊരു കമ്പും കാൽക്കലരയ്ക്കൽ ചൂരലി ചുറ്റി പുഴയിൽ, ആ പുഴയിൽ തന്നെ ഉടലിൽ വലിയൊരു കല്ലും കെട്ടി താഴ്ത്തണമതിനു ഗമിക്കണമാശാൻ. ഞാനതേറ്റടേ. നല്ലൊരു വടി കൊണ്ടവനെ തല്ലി പല്ലുകൊളക്കയുതിർത്തിട്ടവനുടെ എല്ലുകൊളക്കയൊടിച്ചു നുറുക്കി. എല്ലാ കൊല ചെയ്തവനുടെ ഉടലിൽ നല്ലൊരു വള്ളി വലിച്ചു മുറുക്കി. എല്ലാ മൃഗവും കാൺക തന്നെ കാനനമാകെ വലിക്കണമവനെ. മുക്കുതുളച്ചൊരു കമ്പും കാൽക്കലരയ്ക്കൽ ചൂരലി ഉടലിൽ വലിയൊരു കല്ലും കെട്ടി താഴ്ത്തണമതിനു ഗമിക്കണമാശാൻ. ഇക്കണ്ട മൃഗങ്ങൾക്കു പഠിക്കാൻ, ഇക്കണ്ട മൃഗങ്ങൾക്കു പഠിക്കാൻ അപ്പണി കൊള്ളാമെന്നു നനയ്ക്കാം. ഇക്കണ്ട മൃഗങ്ങൾക്കു ഭയക്കാൻ ആശാനെ ഭയക്കാൻ ഇപ്പണി കൊള്ളാമെന്നതും ഓർക്കാൻ. ഇക്കണ്ട മൃഗങ്ങൾക്കു പഠിക്കാൻ അപ്പണി കൊള്ളാമെന്നു നനയ്ക്കാം. കണ്ട മൃഗങ്ങൾക്കു ഭയക്കാൻ പണി കൊള്ളാമെന്നതും ഓർക്കാൻ. ഇത്ര കൊച്ചു കാര്യമാണോടാ കൊച്ചു